വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ സ്നേഹിതരെയും സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പരിശുദ്ധ പിതാവ് ഈ കൊല്ലത്തെ ഈസ്റ്ററിന് നൽകിയ സന്ദേശമാണ്. പ്രത്യേകിച്ച് രാത്രി കുർബാനയിൽ അദ്ദേഹം നൽകിയ പ്രസംഗത്തിൻ്റെ പരിഭാഷ എന്ന് പറയാം സ്വതന്ത്രമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് അന്നത്തെ സുവിശേഷ ഭാഗം കേൾക്കാം. ആദ്യം മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായമാണ് അന്ന് വായിച്ചത്. അതിൻ്റെ ആദ്യ വാക്കുകളാണ്: സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിങ്കിലേക്ക് പോയി. അവർ തമ്മിൽ പറഞ്ഞു, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക? എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. അത് വളരെ വലുതായിരുന്നു താനും. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ പരിശുദ്ധ പിതാവ് കഴിഞ്ഞ വർഷം നടത്തിയ ഉത്ഥാനത്തിൻ്റെ സന്ദേശമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. അത് ഈ ഈസ്റ്ററിന് മുമ്പേ റെക്കോർഡ് ചെയ്തതുകൊണ്ടാണ് അത് മുന്നേ വരാൻ കാരണം. ഈ അധ്യായം തന്നെയാണ് അവിടെയും വായിച്ചത്, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം. അവിടെ മാർപ്പാപ്പ ചർച്ച ചെയ്തത് പ്രധാനമായും നമുക്കറിയാം, ഈ സ്ത്രീകളോട് അവിടുന്ന് അരുൾ ചെയ്ത അല്ലെങ്കിൽ മാലാഖമാർ അവരെ അറിയിച്ച ഒരു കാര്യമാണ് ഗലീലിലേക്ക് പോവുക, അവിടെ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ വചനത്തെ ആസ്പദമാക്കിയാണ് പരിശുദ്ധ പിതാവ് തൻ്റെ വിചിന്തനം നടത്തിയത്. നമുക്കറിയാം, അത് ആദിമ സ്നേഹത്തിലേക്ക് അവർ ഈശോയെ കണ്ടുമുട്ടിയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള ആഹ്വാനമാണ് നടത്തിയത്. ഈ കൊല്ലം മാർപ്പാപ്പ പ്രത്യേകം ഊന്നൽ കൊടുത്തത് കർത്താവിനെ അഭിഷേകം ചെയ്യാനായി കല്ലറയിലേക്ക് പോയ ഈ സ്ത്രീകൾ, അവരുടെ സംഭാഷണം, അവരുടെ മനോഭാവം, അവരുടെ ഹൃദയവ്യഥ, ദുഃഖം, സങ്കടം, അതേക്കുറിച്ച് ചിന്തിക്കാനാണ്. നമ്മൾ കേട്ടല്ലോ, ഇപ്പോൾ അവരെ കല്ലറയിലേക്ക് പോകുമ്പോൾ പരസ്പരം പറഞ്ഞ ആദ്യത്തെ വാക്കുകൾ ഇതായിരുന്നു: നമുക്ക് വേണ്ടി ആ വലിയ കല്ല് ആര് ഉരുട്ടി മാറ്റും? പക്ഷെ അവരവിടെ ചെന്നപ്പോൾ അവർ നോക്കിയപ്പോൾ കാണുന്നത് ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ കാര്യം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കാനാണ് പരിശുദ്ധ പിതാവ് ശ്രമിച്ചത്. 30-ാം തീയതി രാത്രിയിലാണ് മാർപ്പാപ്പ ഈ പ്രസംഗം നടത്തിയത്. വലിയാഴ്ചയിലെ നാളുകളിൽ മാർപ്പാപ്പ അത്ര ആരോഗ്യവാനായി കാണപ്പെട്ടില്ല, അസ്വസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ തടസ്സങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് പതിവ് പോലെ ദുഃഖവെള്ളിയാഴ്ച റോമിലെ കൊളോസിയത്തിൽ നടത്തിയിരുന്ന അതിമനോഹരമായ കുരിശിൻ്റെ വഴിയിൽ, വളരെ ഹൃദയാവർജകമായ ആ കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനകളിൽ നേരിട്ട് പോയി പങ്കെടുത്തില്ല. തൻ്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് അത് ശ്രദ്ധിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഉയർപ്പിൻ്റെ തിരുനാൾ ദിവസം നന്നായിട്ട് ഒരുങ്ങി മാർപ്പാപ്പ വരികയും സന്ദേശം മുഴുവനും, തയ്യാറാക്കിയ സന്ദേശം മുഴുവനും വായിക്കുകയും ചെയ്തു. ഇടയ്ക്ക് കഫക്കെട്ടിലും സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നിട്ട് പോലും ഈ വലിയ സന്ദേശം, ഈസ്റ്ററിൻ്റെ സന്ദേശം പരിശുദ്ധ പിതാവ് നമുക്ക് നൽകി. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ പിൻഭാഗത്താണ്, അല്ലെങ്കിൽ നോക്കുമ്പോൾ ആണ് ഒരുക്കിയിരിക്കുന്ന ഉത്തിതനായ കർത്താവിൻ്റെ വലിയ ഒരു ചിത്രത്തിൻ്റെ ആ സമീപത്ത് നിന്നുകൊണ്ടാണ് 6000-ഓളം ആളുകൾ പങ്കെടുത്ത, അവരെ മാത്രമേ അതിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളൂ. ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്ത് അൾത്താരയ്ക്ക് പിറകിൽ
കൂടുന്ന സ്ഥലത്ത് മാത്രമാണ് ആളുകളെ കയറ്റിയിരുന്നത്, ഈ സന്ദേശം നൽകിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, അതിരാവിലെ തന്നെ സ്ത്രീകൾ കല്ലറയിലേക്ക് പോവുകയാണ്. അതിരാവിലെ ഉഷസ്സാകുന്നതിന് മുമ്പ് ആ ഒരു രാത്രിയുടെ ഒരു അന്ധകാരം അവിടെ അവരുടെ ചിന്തയിലും നടപ്പിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ നടക്കുകയാണെങ്കിലും അവരുടെ ഹൃദയങ്ങൾ ഇപ്പോഴും ആ കുരിശിൻ്റെ ചുവട്ടിൽ അവർ നിൽക്കുന്ന അനുഭവത്തിൽ തന്നെയാണ്. ഈശോ മരിച്ചു, അന്യായമായി വധിക്കപ്പെട്ടു, നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന കാര്യം നമുക്കറിയാം. അതിനെല്ലാം ഈ സ്ത്രീകൾ സാക്ഷികളാണല്ലോ. ദുഃഖവെള്ളിയിലെ കണ്ണുനീർ ഇപ്പോഴും അവരുടെ മുഖത്ത് നിന്ന് ഉണങ്ങിപ്പോയിട്ടില്ല എന്ന് മാർപ്പാപ്പ നിരീക്ഷിക്കുകയാണ്. അവർ ദുഃഖപൂരിതരാണ്. എല്ലാം തീർന്നിരിക്കുന്നു എന്ന വികാരം അവരെ ഇപ്പോഴും വിഴുങ്ങുന്നുണ്ട് എന്നും പറയാൻ സാധിക്കും. ഈശോയുടെ വിധി അവരെ ദുഃഖിപ്പിച്ചു എന്നത് സത്യമാണ്. കല്ലറയിൽ ഒരു വലിയ കല്ല് അതിൻ്റെ വാതിൽ അടയ്ക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടാണ് അവരെ മടങ്ങിപ്പോയത് എന്നും നമുക്കറിയാം. ആ സ്ത്രീകൾ ആ സ്ഥലം വന്ന് കണ്ടതാണ്, എവിടെയാണ് അടക്കിയിരിക്കുന്നത് എന്ന്. വലിയൊരു കല്ല് അവിടെ സ്ഥാപിച്ചിരുന്നു. ആ കല്ലിനെക്കുറിച്ചാണ് അവർ നടന്നു വരുമ്പോൾ ആകുലരായിരിക്കുന്നത്. അവരുടെ ചോദ്യം, പരസ്പരം അവർ ചോദിക്കുന്നു, ആര് നമുക്ക് വേണ്ടി ഈ കല്ല്, ഈ വലിയ കല്ല് ഉരുട്ടി മാറ്റും? മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 3-ലെ വചനം അതാണ്. എന്നാൽ അവർ അവിടെ എത്തിയപ്പോൾ അവരെ അത്ഭുത സ്തബ്ധരായി എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ വലിയ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. ഈസ്റ്റർ സംഭവത്തിൻ്റെ അത്ഭുത ശക്തിയാണ് അവർ അവിടെ കണ്ടത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 16-ാം അധ്യായം 6-ാം തിരുവചനം അതേപ്പറ്റിയാണ് പറയുന്നത്. ഈ രണ്ട് വാക്കുകൾ എടുത്തുകൊണ്ടാണ് മാർപ്പാപ്പ തൻ്റെ വിചിന്തനം നമുക്കായി നൽകുന്നത്. രണ്ട് പ്രിയ സഹോദരീ സഹോദരന്മാരെ മാർപ്പാപ്പ അഭിസംബോധന ചെയ്യുകയാണ് നമ്മെ. ഈ രണ്ട് നിമിഷങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കാം എന്ന് പാപ്പ പറഞ്ഞു. ആദ്യത്തെ നിമിഷം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടതുപോലെ ആര് ഈ കല്ല് എടുത്തു മാറ്റും എന്നതാണ്. രണ്ടാമത്തെ ഒരു നിമിഷം അവർ നോക്കിയപ്പോൾ കല്ല് പണ്ടേ ഉരുട്ടി മാറ്റിയിരിക്കും, അവർ ചെല്ലുന്നതിന് മുമ്പേ ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കല്ല് സൂചിപ്പിക്കുന്നത് കല്ലറയിൽ അടക്കി അവരുടെ കല്ലെടുത്ത് വെച്ച് ഇനി ഒരിക്കലും പുറത്തു വരാത്ത വണ്ണം ആക്കിയിരിക്കുന്നു എന്നതാണ്. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തെ ആണത് സൂചിപ്പിക്കുന്നത്. അതൊരു വലിയ രാത്രിയാണ്, ഇരുണ്ട രാത്രിയായി അവർക്ക് അനുഭവപ്പെട്ടു. ലോകത്തിൻ്റെ ജീവനായവൻ, അവൻ വന്നത് ലോകത്തിന് ജീവൻ നൽകാനാണ്. അവനെ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, വധിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അവരുടെ മനസ്സിലുള്ള ചിന്ത. പിതാവിൻ്റെ കരുണാർദ്രമായ സ്നേഹം പ്രഖ്യാപിച്ച അവിടുത്തേക്ക്, അതിനാണല്ലോ അവിടുന്ന് വന്നത്, ഒരു കരുണയും ലഭിച്ചില്ല എന്നതാണ് സത്യം. പാപികളെ അവരുടെ വിധിയുടെ ഭാരത്തിൽ നിന്ന് മോചിപ്പിച്ച അവിടുന്ന് കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അവിടെ സംഭവിച്ച ദുഃഖവെള്ളി. അതാണല്ലോ അവരുടെ മനസ്സിൽ കിട്ടുന്ന ചിത്രം. അവൻ സമാധാനത്തിൻ്റെ രാജകുമാരനായിരുന്നു, പക്ഷെ അവനെ അവർ വധിച്ചു. മറ്റൊരു കാര്യം മാർപ്പാപ്പ പറയുന്നു, വ്യഭിചാരിണിയെ നിഷ്ഠുരമായ കല്ലേറിൽ നിന്ന് രക്ഷിച്ച, കല്ലെറിയാൻ ആ പെണ്ണിനെയും പിടിച്ചുകൊണ്ട് അവർ വന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം നമ്മോട് പറയുന്നുണ്ടല്ലോ. അതിനെ രക്ഷിച്ച അവിടുന്ന് ഇപ്പോൾ വലിയ ഒരു കല്ലിൻ്റെ പിറകിൽ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു, അടക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. എന്നിട്ട് മാർപ്പാപ്പ ഈ കല്ലിനെ പറ്റി ചിന്തിക്കുകയാണ്. ആ കല്ല് പൂർണ്ണമായ ഒരു പ്രതിബന്ധമാണ് സൃഷ്ടിക്കുന്നത്. ആ സ്ത്രീകൾ ഹൃദയത്തിൽ അനുഭവിച്ച വേദനയെ ആണ് ഈ കല്ല് പ്രദീപവൽക്കരിക്കുന്നത് എന്ന് പാപ്പ നമ്മോട് പറയുന്നു. പ്രതീക്ഷകളെല്ലാം തകർന്നതിനെ ആണത് അവതരിപ്പിക്കുന്നത്.
എല്ലാം തീർന്നു, അടക്കപ്പെട്ടല്ലോ, വലിയ കല്ലും വെച്ച് മുദ്ര ചെയ്യപ്പെട്ടു. അതാണ് അതിന് സ്വപ്നങ്ങളുടെ എല്ലാം അന്ത്യത്തെയാണ് അത് ഈ കല്ല് സൂചിപ്പിക്കുന്നത്. അതാണ് മാർപ്പാപ്പ ഈ കല്ലിനെ പറ്റിയുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തരുന്നത്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇതുപോലുള്ള കാര്യങ്ങൾ മാർപ്പാപ്പ പറയുകയാണ് നമ്മുടെ ജീവിതത്തിലും അരങ്ങേറാം, നടക്കുന്നില്ലേ എന്ന് ചിന്തിക്കാൻ മാർപ്പാപ്പ ആദ്യമേ നമ്മോട് പറയുന്നു. നമ്മുടെ ഹൃദയവാതിലുകളെ അടയ്ക്കുന്ന വലിയ കല്ലുകൾ നമ്മുടെ ജീവിതങ്ങളിലും പലപ്പോഴും ഉണ്ടാകാം, ചിലർക്ക് നിത്യവും ഉണ്ടാകാമെന്നും മാർപ്പാപ്പ പറയുകയാണ്. ജീവിതത്തെ ശ്വാസം മുട്ടിക്കുന്ന, പ്രതീക്ഷകളെ തല്ലിത്തകർക്കുന്ന ഭയം, ക്ലേശങ്ങൾ എന്നിവയുടെ കല്ലറയിൽ നമ്മെ തടവിലാക്കുന്ന, സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും വഴിയിൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ഈ തരത്തിലുള്ള കല്ലറ കല്ലുകൾ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കാം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതേപ്പറ്റി ചിന്തിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഇതുപോലുള്ള കല്ലുകൾ, പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ കണ്ടുമുട്ടാറില്ലേ എന്നതാണ് ചോദ്യം. ഇത്തരം അനുഭവങ്ങളും സാഹചര്യങ്ങളും നമ്മിൽ നിന്ന് നമ്മുടെ ആവേശവും പിടിച്ചു നിൽക്കാനുള്ള ശക്തിയും ഇല്ലാതാക്കി കളയുന്നില്ലേ? അങ്ങനെയുള്ള അനുഭവമില്ലേ എന്നാണ് ചോദ്യം. ഈ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു വേദന അതുതന്നെയാണല്ലോ. സങ്കടങ്ങൾ, ചില ഉദാഹരണങ്ങൾ മാർപ്പാപ്പ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങൾ, വേദനകൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം നമ്മളിൽ സൃഷ്ടിക്കുന്ന ഒരു ശൂന്യത, നമ്മുടെ ജീവിതത്തിലുണ്ടാകാവുന്ന പരാജയങ്ങൾ, ജീവിതത്തെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് പിറകോട്ട് വലിക്കുന്ന പ്രതിബന്ധങ്ങളായി മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. ഇതാണ് ജീവിതം, ജീവിതത്തിലുണ്ടല്ലോ ഇത്. നാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മയിൽ നിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മെ പിറകോട്ട് വലിക്കാം, പിന്തിരിപ്പിക്കാം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം, മനുഷ്യരെല്ലാം സ്വാർത്ഥരാണ്, ഒത്തിരി നിസ്സംഗതയുള്ളവരാണ്, ഇൻഡിഫറൻ്റായിട്ട് നിൽക്കുന്നവരാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലും മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തയിലും. അതും മാർപ്പാപ്പ പറയുകയാണ്, അതും നമ്മളെ പിറകോട്ട് പിൻവലിക്കും. ഒരു സെൽഫ് അബ്സോർപ്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം, നമ്മളെ പിറകോട്ട് പിൻവലിക്കാം. കൂടുതൽ നീതിനിഷ്ഠവും മാനുഷികവുമായ സമൂഹം സൃഷ്ടിക്കുന്നതിൽ നിന്ന് നമ്മളെ അങ്ങനെയുള്ള ഒരു ശ്രമങ്ങളിൽ നിന്ന് ഈ നിസ്സംഗതയും ഈ ഭയവും ഈ സ്വാർത്ഥതയും പിൻവലിക്കുന്നില്ലേ എന്ന് ചിന്തിക്കാനും മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. സത്യത്തിൽ ലോകം മുന്നോട്ട് പോകുന്നത് നീതിനിഷ്ഠമായി എല്ലാവരും പ്രവർത്തിക്കുമ്പോഴാണ്, എല്ലാവരുടെയും നന്മ മുന്നിൽ കണ്ടുകൊണ്ട് അധ്വാനിക്കുമ്പോഴാണ്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ മടി, ഇതുപോലുള്ള തിന്മകൾ നമ്മെ അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. അതും നമ്മൾ ചിന്താവിഷയമാക്കാൻ ഈ കല്ല് നമ്മോട് പറയുകയാണ്. മറ്റൊരു കാര്യമാണ് മാർപ്പാപ്പ പറയാണ്, ക്രൂരതയും വെറുപ്പും നിഷ്ഠുരമായ യുദ്ധങ്ങളും. എത്രയോ യുദ്ധങ്ങളാണ് നടക്കുന്നത്. അത് എന്താ സംഭവിക്കുന്നത്? സമാധാനത്തിന് വേണ്ടിയുള്ള നമ്മുടെ എല്ലാ അഭിനിവേശങ്ങളെയും, ആസ്പിരേഷൻസാണത്, അഭിനിവേശങ്ങളെയും തകർക്കാനും ഇടയുണ്ട്. ചുറ്റും നടക്കുന്ന യുദ്ധങ്ങളും കലഹങ്ങളും പീഡനങ്ങളും തീവ്രവാദവും ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്കറിയാം കല്ലുകളാണ്, നമ്മളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന്, നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവയാണ്. ഇത്തരം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നാം ചിന്തിക്കുന്നു. മാർപ്പാപ്പ പറയാണ്, എല്ലാം നാശത്തിലേക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു, എവരിതിങ് ഈസ് ഡൂംഡ് ടു ഫെയിൽ എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നാമും നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നമ്മോട് തന്നെ വലിയ ദുഃഖത്താൽ, വേദനയാൽ ചോദിച്ചു പോകും. ചോദിക്കുന്നില്ലേ? ചോദിച്ചിട്ടുള്ളവരില്ലേ? എന്നെ കേൾക്കുന്ന ആളുകൾ ഓർക്കുക, മാർപ്പാപ്പ അത് പറയുകയാണ്, ആര് ഈ അവസ്ഥയിൽ നിന്ന്, ഈ കല്ലറയിൽ നിന്ന് ഈ കല്ല് ഉരുട്ടി മാറ്റും? ഇതാണ് ആദ്യത്തെ ഒരു ചിന്ത ഈ
ഈസ്റ്ററിൻ്റെ അന്ന്, പ്രത്യേകിച്ച് ഈസ്റ്ററിനെക്കുറിച്ചുള്ള ഈ വിവരണത്തിൽ നിന്ന് മാർപ്പാപ്പ നമ്മുടെ പരിചിന്തനത്തിനായി സമർപ്പിക്കുന്നത്. എന്നാൽ ഉടനെ മാർപ്പാപ്പ പറയുകയാണ്, ഈ സ്ത്രീകൾ തന്നെ അവരുടെ ഹൃദയത്തിൽ അന്ധകാരം നിറഞ്ഞവരായിരുന്നുവെങ്കിലും നമ്മോട് വലിയ അസാധാരണമായ ഒരു സത്യം പറയുകയാണ് ഈ സ്ത്രീകൾ. അടുത്ത വചനം അതാണ്. അവർ ചെന്ന് നോക്കിയപ്പോൾ ആ വലിയ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടതായി അവർ കണ്ടു. ഇതാണ് ഉത്ഥാനത്തിൻ്റെ വലിയ ഒരു പ്രാഭവം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നു, ഇത് കർത്താവിൻ്റെ ഉയർപ്പാണ്. അവിടെ ദൈവത്തിൻ്റെ ശക്തിയുടെ വെളിപാടാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. മരണത്തിന്മേലുള്ള ജീവൻ്റെ വിജയമാണിത്. മാർപ്പാപ്പ വളരെ മനോഹരമായി നമ്മോട് പറയുകയാണ്, അന്ധകാരത്തിൻ്റെ മേലുള്ള പ്രകാശത്തിൻ്റെ വിജയമാണ് അവിടെ അവർ കാണുന്നത്, നമ്മോട് പറയുന്നത്. പരാജയത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ മേലുള്ള പ്രത്യാശയുടെ ഒരു പുത്തൻ ജനനത്തെയാണ് അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കല്ല് എന്നേക്കുമായി ഉരുട്ടി മാറ്റപ്പെടുന്നു. അത് ചെയ്യുന്നത് കർത്താവാണ്. അസാധ്യ കാര്യങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്. പ്രത്യാശ എന്നും നവമായി ജനിക്കുന്നതിന് അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നാം അവനിലേക്ക് നോക്കുകയേ വേണ്ടൂ. അപ്പോൾ ഈ വചനം നമുക്ക് നിരാശയിലേക്ക് പോകുന്ന അനുഭവങ്ങളിലൂടെ ലോകം പോകുമ്പോൾ, നമ്മൾ വ്യക്തികൾ പോകുമ്പോൾ, ഈ സ്ത്രീകൾ അവർ ഹൃദയത്തിൽ ദുഃഖിതരാണ്, ഭാരം വഹിക്കുന്നവരാണെങ്കിലും അവർ നോക്കിയപ്പോൾ കാണുന്നത് കർത്താവിൻ്റെ ഉരുട്ടി മാറ്റപ്പെട്ട കല്ലാണ്. ഇത് നമുക്ക് ചിന്താവിഷയമാക്കണം. രണ്ടാമത്തെ വിഷയമായി മാർപ്പാപ്പ അതാണ് പറയുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്, നമുക്ക് ഈശോയിലേക്ക് നോക്കാം, ഉത്ഥിതനിലേക്ക് നോക്കാം. നമ്മുടെ മനുഷ്യത്വം, എളിയ മനുഷ്യപ്രകൃതി സ്വീകരിച്ച അവൻ മരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി. അതാണല്ലോ അവിടുത്തെ മരണം, കല്ലറയിലുള്ള സംസ്കാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ ആഴത്തെ തൻ്റെ ദൈവിക ജീവൻ്റെ ശക്തി കൊണ്ട് അവൻ പൂരിതമാക്കുന്നതാണ് ഉത്ഥാനത്തിൽ നമ്മൾ കാണുന്നത്. നാം ഓരോരുത്തരും അനന്തമായ ഒരു പ്രകാശരശ്മി അനുഭവിക്കുന്നതിനാണ് ഇത് എന്ന് പാപ്പ നമ്മളോട് പറയുന്നു. പിതാവിനാൽ ഉയർപ്പിക്കപ്പെട്ട അവൻ ഈശോ തൻ്റെയും നമ്മുടെയും ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് ഉത്ഥാനത്തിലൂടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, നാം ഇനി നമ്മെ അവിടുത്തെ കയ്യിലെടുക്കാൻ ഈശോയെ അനുവദിച്ചാൽ, നമ്മളെ എടുക്കാൻ നമ്മൾ ഈശോയെ അനുവദിച്ചാൽ, പരാജയത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ ഒരനുഭവവും നമുക്കറിയാം നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അത് എത്ര വേദന ഉള്ളതാണെങ്കിൽ പോലും മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥത്തിലും അതിൻ്റെ ഭാഗധേയത്തിലും അതൊരു അന്തിമ വാക്കായിരിക്കുകയില്ല. ഈ ദുഃഖവും വേദനയും അല്ല അന്തിമ വാക്ക് എന്ന കാര്യമാണ് ഉത്ഥാനം നമ്മോട് പറയുന്നത്. ഉത്ഥിതനായ കർത്താവിനാൽ ഉയർത്തപ്പെടാൻ നാം നമ്മെ തന്നെ അനുവദിച്ചാൽ ഒരു പരാജയവും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സഹനവും മരണം പോലും ജീവൻ്റെ പൂർണ്ണതയിലേക്കുള്ള നമ്മുടെ മുന്നോട്ട് പോക്കിനെ തടയാൻ പര്യാപ്തമല്ല എന്നും ഉത്ഥാനം നമ്മോട് പറയുന്നുവെന്ന് പരിശുദ്ധ പിതാവ് വ്യക്തമാക്കുകയാണ്. നാം ക്രിസ്ത്യാനികൾ പ്രഖ്യാപിക്കുന്ന ഈ ചരിത്രത്തിന്, ഉത്ഥാനത്തിന് വലിയൊരർത്ഥമുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. സർവം സ്പർശിയായ ഒരർത്ഥമുണ്ട്, എല്ലാ മാനങ്ങളെയും ഉൾക്കൊള്ളുന്ന. ആ അർത്ഥം ശൂന്യതയിലോ നിഴലുകളാലോ മങ്ങിപ്പോകുന്നതല്ല എന്നും മാർപ്പാപ്പ നമുക്ക് ഉറപ്പ് തരികയാണ്. അതാണ് ഉത്ഥാനം നമുക്ക് തരുന്നത്. ആ അർത്ഥം തരുന്നത് ദൈവമാണ്, നമ്മുടെ കർത്താവാണ്.
മരിച്ചവൻ ഇപ്പോൾ ജീവിക്കുന്നവനായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ഈശോ നമ്മുടെ പെസഹായാണ്, ഈസ്റ്ററാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് അവൻ നമ്മെ നയിക്കുന്നവനാണ്. അവൻ എന്നേക്കുമായി നമ്മോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതാണല്ലോ ഉത്ഥാനത്തിന് ശേഷം അവൻ്റെ പ്രത്യക്ഷപ്പെടലും അവൻ്റെ വാക്കുകളും. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന വാക്കുകളും സൂചിപ്പിക്കുന്നത്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അഗാധ ഗർത്തത്തിൽ നിന്ന് അവൻ നമ്മെ രക്ഷിക്കുന്നവനാണ്. ക്ഷമയുടെയും നിത്യജീവൻ്റെയും പ്രകാശമാനമായ തലത്തിലേക്ക് അവൻ നമ്മളെ എപ്പോഴും ആകർഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനാൽ സഹോദരീ സഹോദരന്മാരെ, നമുക്ക് അവനിലേക്ക് നോക്കാം. വേദനയുടെയും പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ മുമ്പിൽ നാം ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവനെ നോക്കുക. ജീവൻ്റെ ദൈവമായ ഈശോയെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്ന് ഒരിക്കൽ കൂടി നമുക്ക് അവനോട് ഒരു യെസ് പറയാം, ഉവ്വ് പറയാം. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്കുള്ള വഴിയെ ഒരു കല്ലും അടയ്ക്കില്ല എന്ന് പറയുകയാണ്. ഒരു കല്ല് സൂചിപ്പിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് അടച്ച് കളയുകയില്ല. ഒരു പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുന്ന വാക്കുകളാണിത്. ജീവൻ്റെ സന്തോഷത്തെ ഒരു കല്ലറയ്ക്കും ഇല്ലാതാക്കാനാവില്ല എന്ന സന്ദേശമാണ് ഉത്ഥാനം നമുക്ക് നൽകുന്നത്. ഒരു പരാജയവും നമ്മളെ നിരാശയിലേക്ക് തള്ളിക്കളയാനും പോന്നതല്ല എന്നും മാർപ്പാപ്പ നമ്മളവിടെ പറയുകയാണ് ഈ സന്ദേശത്തിൽ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, വീണ്ടും മാർപ്പാപ്പ പറയും, നമുക്ക് നമ്മുടെ കണ്ണുകൾ അവനിലേക്ക് ഉയർത്താം. എന്നിട്ട് നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം, അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ ആത്മാവിൽ ഭാരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ മാറ്റിക്കളയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവനിലേക്ക്, ഉത്ഥിതനായ കർത്താവിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി നമുക്ക് മുന്നോട്ട് പോകണം. നമ്മൾ പരാത്മുഖരായി തീരരുത്, പിറകോട്ട് പോകരുത്, നിന്നു പോകരുത്. നമ്മുടെ പരാജയപ്പെട്ട പ്രതീക്ഷകളുടെയും നമ്മുടെ മരണങ്ങളുടെയും മങ്ങിയ കാര്യങ്ങളെ പിന്നിൽ ഉപേക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുകയാണ്. അതാണ് ഉത്ഥാനം. ഉത്ഥാനം നമുക്ക് തരുന്ന വലിയ പ്രത്യാശയുടെ അടിസ്ഥാനം അതാണ്. കർത്താവ് കൊണ്ടുവന്ന നിത്യജീവൻ ഇപ്പോൾ തന്നെ നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന ഉറപ്പോടെയാണ് നാം ഓരോ ദിവസവും ഓരോ പ്രതിസന്ധികളെയും കാണേണ്ടത്, കണ്ടുമുട്ടേണ്ടത് എന്നും പറയുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ രാത്രിയിൽ നിൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയട്ടെ. ഇതാണ് മാർപ്പാപ്പയുടെ ആശംസ. ഈ പരിശുദ്ധ രാത്രിയിൽ ഈശോയുടെ ഉത്ഥാനം നമുക്ക് ഒന്നിച്ചു പാടാം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അവനായി നമുക്ക് പാടാം. എല്ലാം മാർപ്പാപ്പ പറയും, പ്രപഞ്ചത്തിലുള്ള എല്ലാം, നദികളും സമതലങ്ങളും മരുഭൂമികളും മലകളും എല്ലാം പാടട്ടെ. കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ജീവൻ്റെ നാഥനായി അവ പാടട്ടെ എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതാണ് പ്രധാനം. അപ്പോൾ ഇതാണ് മാർപ്പാപ്പയുടെ സന്ദേശം. സിമ്പിളാണ്, പക്ഷെ വലിയ അർത്ഥം നൽകുന്ന വാക്കുകളാണ്, പ്രതീക്ഷ തരുന്ന വാക്കുകളാണ്. ഉത്ഥാനം ലോകത്തിന്, ചരിത്രത്തിന് നൽകിയ സന്ദേശമാണിത് എന്ന കാര്യം ഓർത്ത് നമുക്ക് ഉത്ഥാനത്തിൻ്റെ മക്കളായി, ഉത്ഥാനത്തിൻ്റെ ജനമായി, നമ്മളെ വിളിക്കുന്നത് അങ്ങനെയാണ്. വി ആർ ദ പീപ്പിൾ ഓഫ് ഈസ്റ്റർ എന്നാണ്. അത് സന്തോഷം നമുക്ക് തരുന്നതാണ്. അതേസമയം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിസ്സംഗതകളും സ്വാർത്ഥതയും ഉള്ള ഈ ലോകത്തിൽ അതിനെ തൃണവൽക്കണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഉത്ഥാനം നമുക്കെപ്പോഴും ആശ്വാസമാകട്ടെ, ശക്തിയാകട്ടെ, പ്രചോദനമാകട്ടെ. പരിശുദ്ധാത്മാവ് അത് നമ്മളിൽ ഉറപ്പിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന സന്തോഷം നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാം.